ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട്. അപ്പോൾ അവളുടെ കൂടെ ഞാനൊന്ന് ഔട്ടിങ്ങിന് പോവുകയാണ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് കുട്ടികളൊക്കെ സ്കൂളിലുള്ള സമയത്ത് ജസ്റ്റ് ഒരു 2 or 3 hours ഞങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇന്നാണ് അതിന് സമയം വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അവളുടെ കൂടെ പോകാൻ പോകുന്നത്. ഈ കൂട്ടുകാരിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ പറയത്തില്ലേ, നമ്മുടെ എല്ലാ ഗുഡ് ആൻഡ് ബാഡ് ടൈംസിൽ കൂടെ ഒരാൾ നിൽക്കുമെന്ന്, അങ്ങനെ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരി. അപ്പം ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാർഡ് ടൈംസിലും പിന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ, അതായത് ഒരു ജേർണി ഉണ്ടല്ലോ, ആ ജേർണിയിൽ സ്പിരിച്വലിലേക്ക് കടന്നപ്പോഴും എൻ്റെ കൂടെ കട്ടയായിട്ട് നിന്ന ഒരേ ഒരു കൂട്ടുകാരിയാണ്, മറ്റാരുമല്ല, ശ്രുതിയാണ്. ആൻഡ് അവളും ഇപ്പം സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിരിക്കാൻ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് വാട്ട് ഹാസ് ഹാപ്പൻ ടു ഹർ. ഒന്നും അവർക്ക് ബാഡായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ അവളാണ് ഒരു സുഹൃത്ത് ഹു ഇസ് വിത്ത് മീ ഇൻ ദിസ് ജേർണി. അപ്പോൾ അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരെയാണ്. അപ്പോൾ അതിന് നമ്മൾ അവളുടെ ഹസ്ബൻഡ് എന്തോ ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവളുടെ കൂടെ ഒരു ഷോപ്പിങ്ങിനും കൂടിയാണ് പോകാൻ പോകുന്നത്. മീൻ വയൽ ഞാൻ ഉച്ചയ്ക്കലത്തുള്ളതെല്ലാം ഞാൻ ഏർലി മോർണിംഗ് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്, ഹൗ വി ഹാവ് സ്പെൻഡ് ആർ ഡേ എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കൂട്ടുകാരി വീടിൻ്റെ അടുത്ത് വരാതെ പുറത്ത് ഇവിടെ വന്നായിരിക്കുന്നത്. എവിടെ? വെസ്റ്റ് സൈഡ് അല്ലേ? അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നാൽ പോലും. ആ, അപ്പോൾ ഞങ്ങൾ ആദ്യം വെസ്റ്റ് സൈഡിലോ എവിടെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചില്ല. പോകുമ്പോൾ നമുക്ക് നോക്കാം. സൗന്ദര്യ സ്കൂളിൻ്റെ അടുത്താണ് അതുള്ളത്. ഞങ്ങൾ വെസ്റ്റ് സൈഡിലെത്തി. തുറന്നു വേണം, നമുക്ക് പോയി തുറക്കാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാ, ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലും എത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഗൈസ്. വെസ്റ്റ് സൈഡ് ചീറ്റി പോയി 11 മണിക്കാണ് തുറക്കുന്നത്. സോ ഞങ്ങൾ അതുകൊണ്ട് ഒരു ബൊട്ടിക്കിൽ പോയിട്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടി പോവാണ്. വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ മെറ്റീരിയലൊക്കെ ആയിട്ട് വന്നതാണ്. സോ ഇതാണ് ഞങ്ങളുടെ മെറ്റീരിയൽ. ഇത് എന്ത് തയ്ക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പെണ്ണിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് വെസ്റ്റ് സൈഡിലേക്ക്. നമ്മളവിടെ എല്ലാം പോയി കൊടുത്തിട്ട് വന്നിരിക്കുക. ഇതിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വരികയാണ്. 11 മണിക്ക് തുടങ്ങും ഇവിടെ. അപ്പോൾ ആരെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ട് നേരത്തെ എന്ന് വെച്ചാൽ അബദ്ധം പറ്റരുത്. 11 o'clock വെസ്റ്റ് സൈഡും ഇങ്ങനെയുള്ള കടകൾ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഇത് ഓട്ടോമാറ്റിക്കാണ്. മണത്ത് കണ്ടുപിടിക്കാനായിരിക്കും. ഏതാ എനിക്ക് ഇഷ്ടപ്പെട്ട? ഇതും കുഴപ്പമില്ലല്ലേ? മിലാനോ. ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തോ. നല്ല ടേസ്റ്റ്. കഴിക്കാൻ നമുക്ക് വായിന്ന് വെള്ളം വരുന്നത് അല്ലേ ഗൈസ്? ഇതൊക്കെ നമ്മൾ മണക്കുമ്പോൾ നമുക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട്. സോ ദിസ് ഇസ് ഓക്കെ. എനിക്കൊന്ന് ഈ ഭാഗത്തൊക്കെ മെന്നിൻ്റെ. ഇതും കുഴപ്പമില്ല. ഇതെനിക്ക് അങ്ങോട്ട് അത്ര വലിയ ഇതായിട്ടില്ല. എല്ലാം പുതിയ കളക്ഷനാണ്. ഇപ്പോൾ ഞാൻ വന്നപ്പം സംവട്ട് ബ്രൗണിഷ് ടൈപ്പൊക്കെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഓൾ ആർ ലുക്കിംഗ് വെരി പ്രിറ്റി. ഇത് നല്ല രസമുണ്ട്. ഓൾ ആർ ലുക്കിംഗ് പ്രിറ്റി. നമ്മളിവിടെ വരും ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ആണോ. ഞാൻ കാണാം ബൈ എനിക്ക്. നമ്മളതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് വരും. നിങ്ങളും കുറച്ച് കണ്ടോ, ഇഷ്ടമുള്ളവർ വന്ന് മേടിച്ചോ. ഓവർ സൈസ് ടീഷർട്ട്സൊക്കെ വേണോ? ദെൻ യു ഹാവ് ഓൾ സ്ലിപ്പേഴ്സ്. ഇതും വേണമെങ്കിൽ ഇട്ടൊക്കെ നോക്കിയോ. ശ്രുതി മേടിക്കണ്ട. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒരു മോഡൽ സ്കർട്ട്സ്. ഇതൊക്കെ 1000 റേഞ്ചാണുള്ളത്. ഇതിൻ്റെ നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയാൽ അതിൻ്റെ പകുതി വിലക്ക് കിട്ടും. സോ കമ്മൽ ഞാനൊരു പ്രാവശ്യം ഇവിടുന്നായിരുന്നു അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് മഹേഷേട്ടൻ മേടിച്ചു തന്നത്. ബാഗെല്ലാം എത്രയായിരിക്കും? 1099 ഓൺലി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, ബട്ട് റേഞ്ച്. ഇനി നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോവാണ്. നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഒക്കെ മേടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് പോലാർ ബെയറിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം.
പിന്നെ ശ്രുതി വണ്ടി ഓടിക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം, അവൾ വണ്ടി ഓടിക്കുന്ന എടുക്കുന്നു. എവിടെയാണോ പോകുന്നത് തനിഷ്? അല്ലല്ലേ. സോ ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് പോലാർ ബെയറിലേക്കാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ഹിയർ. ഓ, അവിടെ എന്തൊക്കെയോ അങ്ങേര് പറയുന്നുണ്ട്, സ്വർണ്ണം മേടിക്കാൻ വന്നാൽ മാത്രം ഇവിടെ പാർക്ക് ചെയ്താൽ മതി, അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ പാർക്ക് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ആവശ്യത്തി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മളിനി ഐസ്ക്രീം സൺഡേസും ഇവിടേക്ക് പോകാം എന്ന് പറയുന്ന ഇതിൻ്റെ അപ്പുറം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ശ്രുതി ഇവിടെ വന്നിട്ടുണ്ടോ? നീ ഒറ്റയ്ക്ക് വരാറുള്ളതാ? വാവ്, എന്ത് രസം. അവൾ ഒറ്റയ്ക്ക് വരുന്ന സംഭവം നമ്മളിവിടെ വരാം. നല്ല രസമുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ. ആണോ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അങ്ങനത്തെ സംഭവം. ഈ സ്മൂത്തി എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ കിട്ടുമോ? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയും നല്ല ടേസ്റ്റാണ്, കഴിക്കണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഉണ്ടാവും ഇവിടെ. ഐസ്ക്രീം ആയിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ വേണ്ട. ഏതാ രസമുള്ളത് നമുക്കറിയാം. സോ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ലൈറ്റ് ഇഷ്ടപ്പെട്ടു. അവിടെ ഫലൂഡാസ്, മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മളിതാ ഈ ഹോട്ട് ചോക്ലേറ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ദിസ് വൺ. ലെറ്റ് മീ ട്രൈ ദിസ്. അപ്പോൾ നമ്മളിതാ ഇവിടേക്ക് പോവാണ്. സോ ഇവിടെ ഇങ്ങനത്തെ ഒരു ആംബിയൻസാണ്. ഇവിടെ ഇരിക്കാം. ഉള്ളി നല്ല കയറ് ഇവിടേക്ക്. സോ ലെറ്റ്സ് സെറ്റ് ചെയ്യാം. ചോക്കോ ബ്രൗണി വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഫഡ്ജാണ്. സോ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് സീ. എൻ്റെ കൂട്ടുകാരൊക്കെ ഈ ബ്രൗണിയുടെ കാര്യം പറയും. അപ്പോൾ അവരൊക്കെ കാണുവാണെങ്കിൽ ഇങ്ങനെ കൊതി വിട്ടോ ഗൈസ്. അല്ലേ? അടിപൊളി. പിന്നെ മേലെ നീ ചൂട് സാധനം അത് അവർ കൊടുത്തുവിടും. പക്ഷെ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്ന അത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല വീട്ടിൽ. പക്ഷെ എപ്പോഴും ഇവിടെ വരാൻ പറ്റൂലല്ലോ. എല്ലാവരും പോളാർ ബെയറിലേക്ക് വരും. അടിപൊളിയാണ്. ശ്രുതി ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പം നമുക്ക് മൂഡ് ശരിയില്ലെങ്കിൽ അവിടെ ഉടനെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പോളാർ ബെയർ. എല്ലാവരും അങ്ങനെ എന്തെങ്കിലും മൂഡ് ശരിയില്ലെങ്കിൽ നമുക്ക് പോളാർ ബെയർ. സ്കൂളിൻ്റെ അടുത്തെത്തി നമ്മൾ. ശ്രുതിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരുന്നു അല്ലേ? ഇതുവഴിയൊക്കെ ഞങ്ങൾ വളഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഞാൻ എൻ്റെ മോനെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ പോകുന്നത്.